ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നാൽ ഉച്ചത്തിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഉരുവിടാറുണ്ടായിരുന്നു: മനുഷ്യൻ്റെ ഉടമയിൽ 2 താഴ്വര നിറയെ സമ്പത്ത് വന്നാലും അവൻ മൂന്നാമത്തേത് കൊതിക്കും. മണ്ണു മാത്രമേ അവൻ്റെ വായ നിറക്കുകയുള്ളൂ എന്ന്. അള്ളാഹു പറയുന്നു, ഞാൻ ധനം നൽകിയിട്ടുള്ളത്, ഞാൻ സമ്പത്ത് നൽകിയിട്ടുള്ളത് നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനുമാണ്. ആര് അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്നുവോ അള്ളാഹു അവങ്കലേക്ക് മടങ്ങും. ധനമോഹത്തിൽ നിന്നും ഭൗതിക ഭ്രമങ്ങളിൽ നിന്നും സ്വന്തം കുടുംബം മുഴുവൻ മുക്തമാവണമെന്ന ഉദ്ദേശമായിരുന്നു ദിനേന ഈ വാക്കുകളിൽ ഉരുവിടുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വീട്ടിലേക്ക് കയറി വരുമ്പോൾ പരിശുദ്ധ റസൂല് ഉറക്കെ ഉച്ചത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു: ധനമോഹത്തിൽ നിന്നും ഭൗതിക ഭ്രമങ്ങളിൽ നിന്നും സ്വന്തം കുടുംബം മുഴുവൻ മുക്തമാവണമെന്ന ഉദ്ദേശമായിരുന്നു ദിനേന ഈ വാക്കുകൾ ഉരുവിടുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഇശാ നമസ്കരിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവേശിച്ചാൽ ദന്തശുദ്ധി വരുത്തി കിടന്നുറങ്ങും. രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ, ഏകദേശം അർദ്ധരാത്രിയായാൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കും. രാത്രിയുടെ അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുണർത്തും. അവർ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിത്ർ നമസ്കരിക്കും. സുബഹിൻ്റെ സമയമായാൽ തിരുമേനി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുമായി സംസാരിച്ചു കൊണ്ട് അല്പം ചെരിഞ്ഞു കിടക്കും. പിന്നീട് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടും. ചില രാത്രി മുഴുക്ക ഇരുവരും ആരാധനയിൽ മുഴുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമും ആയിഷ റളിയല്ലാഹു അൻഹ മഅമൂമുമായി നമസ്കരിക്കും. അൽ ബഖറ, ആലു ഇമ്രാൻ, അന്നിസാ തുടങ്ങിയ ദീർഘമായ സൂറത്തുകൾ തിരുമേനി നമസ്കാരത്തിൽ ഓതും സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ അടങ്ങിയ വാക്യങ്ങളിലെത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷ നൽകാനും ദൈവകാരുണ്യത്തെക്കുറിച്ചുള്ള ആയത്തുകൾ കടന്നു പോകുമ്പോൾ അവ കനിഞ്ഞേകാനും അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പര്യാപ്തമായ ഈ ആത്മീയ അന്തരീക്ഷം എല്ലാ രാത്രികളിലും നിത്യമായി നിലനിന്നു പോന്നു. ഗ്രഹണ നമസ്കാരം പോലെയുള്ള അസാധാരണമായ നമസ്കാര വേളയിലും ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാറുണ്ടായിരുന്നു. തിരുമേനി പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്നുകൊണ്ട് തിരുമേനിയെ തുടർന്ന് നമസ്കരിക്കുമായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിക്ക ദിവസങ്ങളിലും അവർ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടെ 2 പേരും ഒന്നിച്ച് നോമ്പ് പിടിക്കും. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലും ആ കർമ്മത്തിൽ പങ്കുചേർന്നിരുന്നു. അതിനായി പള്ളിയുടെ അങ്കണത്തിൽ പ്രത്യേക തമ്പ് തന്നെ കെട്ടിയിരുന്നു അവർ. സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്പനേരം അവിടെ കഴിച്ചുകൂട്ടും. ഹിജ്റ 10-ാം വർഷം അവർ തിരുമേനിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി. ഹജ്ജിനും ഉംറക്കും ഒന്നിച്ച് ഇഹ്റാം കെട്ടിയിരുന്നു. പക്ഷേ സ്ത്രീ സഹജമായ തടസ്സം മൂലം തവാഫ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ അവർ ദുഃഖത്താൽ കരഞ്ഞുപോയി. തിരുമേനി സംഗതി അന്വേഷിച്ചു. അതിൻ്റെ ശരിയായ മതവിധി പറഞ്ഞു ധരിപ്പിച്ചു. പിന്നീട് സഹോദരൻ അബ്ദുറഹ്മാൻ്റെ കൂടെ പോയി ബാക്കി ഫർളുകൾ നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ദാമ്പത്യ ജീവിതത്തിലെ പ്രേമോധാരമായ രംഗങ്ങൾ മുമ്പ് നമ്മൾ വിവരിക്കുകയുണ്ടായല്ലോ. അതിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവാചക ദൗത്യത്തിൻ്റെ ചുമതലകൾ മറന്നുവെന്ന് ധരിച്ചു പോവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തമാനത്തിൽ മുഴുകിയിരിക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ മുമ്പ് തീരെ പരിചയമില്ലാത്ത ഭാവത്തിൽ, ഒരു പരിചയവും കാണിക്കാത്ത ഭാവത്തിൽ അവിടെ നിന്ന് ഉടനെ എഴുന്നേറ്റ് പോയിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു തന്നെ പറഞ്ഞത് ഇവിടെ സ്മരണീയമാണ്, ഓർക്കപ്പെടേണ്ടതാണ്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് വിജയശ്രീലാളിതനായി മടങ്ങിയ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാർദമായി സ്വാഗതം ചെയ്യുക എന്ന സതുദ്ദേശത്തോടെയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചിത്രമുണ്ടായിരുന്ന ഒരു വിരിവാതിലിൽ തൂക്കിയത്. പക്ഷേ അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം മാറുകയാണുണ്ടായത്.
അള്ളാഹുവിൻ്റെ ദൂതരെ എന്നോട് ക്ഷമിച്ചാലും എനിക്ക് മാപ്പ് തന്നാലും എന്ത് സംഭവിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അന്വേഷിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, മണ്ണും ഇഷ്ടികയും കൊണ്ടുള്ള അലങ്കാരത്തിനായിട്ടല്ല അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത്. പട്ടും പൊന്നും സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഭൗതികാഡംബരങ്ങളിൽ കവിഞ്ഞ താല്പര്യമെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രകൃതിയാ ഇഷ്ടമായിരുന്നില്ല. അത്തരം അലങ്കാര പ്രദർശനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്വർണ്ണ വള ധരിച്ചു കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്കിതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരാം. ഈ സ്വർണ്ണ വള ഊരുക, വെള്ളിയുടെ 2 വളയുണ്ടാക്കി അതിന് കുങ്കുമവർണ്ണം പിടിപ്പിക്കുക ആയിഷ, എന്നിട്ട് നീ അണിഞ്ഞോ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 5 വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. 1 പട്ടുവസ്ത്രം, 2 സ്വർണ്ണാഭരണം, 3 സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ, ചുവന്ന നിറമുള്ള കഴുത, 5 പട്ട് കലർന്ന ഒരു പ്രത്യേക തരം വസ്ത്രം. സ്ത്രീകൾക്ക് പട്ടും സ്വർണവും അനുവദനീയമാണ്. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ നബിപത്നിമാരെ സംബന്ധിച്ചിടത്തോളം മാത്രം ബാധകമായിരിക്കും. അല്ലെങ്കിൽ അതിനോടുള്ള ഭ്രമം കുറയ്ക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിരിക്കാം. വീട്ടിൽ എല്ലാ സന്ദർഭങ്ങളിലും ധാർമ്മികോപദേശങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ പല മാതൃകകളും മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പൊടിച്ചു വെച്ചിരുന്ന ഗോതമ്പ് അയൽവാസിയുടെ ആട് തിന്നപ്പോൾ അതിന് തല്ലാൻ ചെന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ തടഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയൽവാസിയെ വിഷമിപ്പിക്കരുത്. ആടിനടിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കരുതേ ആയിഷ, അയൽവാസിയെ വിഷമിപ്പിക്കരുതേ. അറബികൾ ഉടുമ്പിന് തിന്നുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ തിരുമേനിക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഒരിക്കൽ പാരിതോഷികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ മാംസം കിട്ടി. അവിടുന്ന് അത് കഴിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ ആവശ്യക്കാർക്ക് കൊടുക്കരുതോ, നിനക്കിഷ്ടമില്ലാത്തത്. അപ്പം പുണ്യ നബി പറയാണ്, നിനക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവരെയും തീറ്റിക്കരുത്. എത്ര വലിയ പാഠമാണ് പരിശുദ്ധ റസൂൽ ഈ ലോകത്തിന് പ്രിയപ്പെട്ട പത്നിയിലൂടെ ഈ ലോകത്തിന് നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം പല കാരണങ്ങളാൽ വിവിധ സന്ദർഭങ്ങളിലായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ഹിജ്റ 3-ാം വർഷം വിവാഹം നടന്ന ഉമ്മുൽ മസാക്കീൻ സൈനബ് റളിയല്ലാഹു അൻഹ 2-3 മാസക്കാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ബാക്കി 9 പത്നിമാരും തിരുമേനിയുടെ വഫാത്ത് വരെ ജീവിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പത്നിമാർ സൗദ ബിന്തു സമഅ, ഹഫ്സ ബിന്തു ഉമർ, ഉമ്മു സൽമ, ജുവൈരിയ, സൈനബ് ബിന്തു ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്തു അബൂ സുഫിയാൻ, മൈമൂന, സഫിയ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാരായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നില്ല. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് പുണ്യനബി മറ്റൊരു വിവാഹം കഴിച്ചത്. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എന്നെന്നും ഖദീജ ബീവി ജീവിച്ചു കൊണ്ടിരുന്നു. ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഇഷ്ടമായിരുന്നു. തിരുമേനി അവരെപ്പറ്റി എപ്പോഴും സ്തുതിച്ചു പറയാറുണ്ടായിരുന്നു. എപ്പോഴും അവരുടെ പോരിശ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കൊല്ലത്തിൽ 1 തവണ, വർഷത്തിൽ 1 തവണ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയ്ക്ക് വേണ്ടി ബലിയറുത്തിരുന്നു. അവരുടെ കൂട്ടുകാരികളായിരുന്നവർക്ക് പാരിതോഷികങ്ങൾ കൊടുത്തയച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഖദീജ ബീവിയുടെ ശ്രേഷ്ഠതയിലും മഹത്വത്തിലും എതിർപ്പുണ്ടായിരുന്നില്ല. അള്ളാഹു തൻ്റെ പ്രവാചകൻ മുഖേന അവർക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തിരുമേനിക്ക് ആശ്വാസം നൽകുകയും വിഷമങ്ങളിൽ തുണ നൽകുകയും കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുകയും ചെയ്തിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് നമുക്ക് ലഭ്യമായത്. ആയിഷ റളിയല്ലാഹു അൻഹയും സൗദയും തൊട്ടടുത്ത നബിപത്നിമാരായാണ് വന്നത്.
പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹാനന്തരം 3.5 വർഷക്കാലം മാതാപിതാക്കളുടെ വീട്ടിൽ തന്നെയാണ് ആയിഷ ബീവി താമസിച്ചത്. അതിനാൽ ആ കാലത്ത് സൗദ റളിയല്ലാഹു അൻഹയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി. ഹിജ്റ 1-ാം വർഷം ഭർതൃഗൃഹത്തിലേക്ക് നവവധുവായി വരുമ്പോൾ സഹപത്നിയായി അവിടെ സൗദ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ആ പരിതസ്ഥിതിയിൽ പരസ്പരം അവകാശവാദങ്ങൾ ഉത്ഭവിക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ അനുമാനങ്ങൾക്ക് വിപരീതമാണ്. പരസ്പരം ഒരുമയും സൗഹാർദ്ദവും ശക്തിപ്പെടുത്തുന്ന വിധമായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ. ഗാർഹിക പ്രശ്നങ്ങളിൽ ആലോചന നടത്താൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ച ഒരു സഖി, ഒരു കൂട്ടുകാരിയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. 4 വർഷം കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം കാരണം തന്നെ നബി വിവാഹമോചനം നടത്തിയേക്കുമോ എന്ന് സൗദ റളിയല്ലാഹു അൻഹ വെറുതെ ശങ്കിച്ചു. സൗദ ബീവി പ്രായമുള്ള സ്ത്രീയായിരുന്നു. തിരുമേനിയുടെ ഭാര്യപദം അലങ്കരിക്കുക എന്ന ബഹുമതി നിലനിർത്തണമെന്ന മോഹം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. തനിക്കു നീക്കിവെച്ച രാത്രികൾ അവർ ആയിഷയ്ക്ക് സംഭാവന നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. സൗദ റളിയല്ലാഹു അൻഹയെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെയധികം പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ശരീരത്തിൽ എൻ്റെ ജീവൻ സ്ഥിതി ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗദയാണ്. പക്ഷെ അവരൽപ്പം പരുഷ പ്രകൃതക്കാരിയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ഹഫ്സ റളിയല്ലാഹു അൻഹ ഹിജ്റ 3-ാം വർഷമാണ് നബി പത്നിമാരുടെ കൂട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് 8 വർഷം ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിച്ചു. ഒരാൾ മഹാനായ സിദ്ദീഖിന്റെ ഓമന മകൾ, മറ്റവൾ ഹഫ്സ ഉമർ ഫാറൂഖിന്റെ കണ്ണിലുണ്ണിയും പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പ്രിയപ്പെട്ട മക്കളാണ് പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദം അലങ്കരിക്കുന്നത്. ആയിഷയും ഹഫ്സയും അവരും പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് കഴിഞ്ഞത്. മുഴുവൻ ഗാർഹിക പ്രശ്നങ്ങളിലും രണ്ടാളുടെയും അഭിപ്രായം ഒന്നായിരുന്നു. ശരിക്കും തുല്യ പങ്കാളികൾ. മറ്റു പത്നിമാരെ അപേക്ഷിച്ച് ഇരുവരും പരസ്പരം കൂടുതൽ അടുത്തിരുന്നു. പക്ഷേ പ്രേമാനുരാഗത്തിൻ്റെ മേഖല മറ്റൊന്ന് തന്നെ. ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു യാത്രയിൽ ഒട്ടകങ്ങൾ പരസ്പരം മാറിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. ബുദ്ധിയിലും ഗ്രഹണശക്തിയിലും ആയിഷയെ കഴിച്ചാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ. ഹുദൈബിയ സന്ധി ഘട്ടത്തിൽ മൃഗബലിയെപ്പറ്റി അവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ അഭിപ്രായങ്ങൾ സ്ത്രീ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കത്തക്കതാണ്. കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിലും ഫത്വകളിലും 2-ാം സ്ഥാനം അവർക്കാണ്. ഇതേ കാരണത്താൽ പ്രായാധിക്യം കൂടിയുള്ളവരെ തിരുമേനി ആദരിച്ചിരുന്നു. അവരും ആയിഷ റളിയല്ലാഹു അൻഹയും സമശീർഷരായിരുന്നു. ആളുകൾ അയക്കുന്ന പാരിതോഷികങ്ങൾ തിരുമേനി രാത്രി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതാണെന്നും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിന് പ്രത്യേക പരിഗണന പാടില്ലെന്നുമുള്ള ആവശ്യം തിരുമേനി അറിയിക്കാൻ നബി പത്നിമാർ ഉമ്മു സലമയെ തിരുസന്നിധിയിലേക്ക് അയച്ചു. അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് സൂക്ഷ്മതയോടെ പ്രശ്നം തിരുനബിയുടെ മുമ്പിൽ വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മറുപടി കേട്ടി അവർ മൗനയായി. ആയിഷ റളിയല്ലാഹു അൻഹ അവയിൽ വെറുപ്പൊന്നും പ്രകടിപ്പിക്കുകയുണ്ടായില്ല. ജുവൈരിയയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ യാതൊരു ഭിന്നതയും രേഖപ്പെടുത്തി കാണുന്നില്ല. അവരുടെ സൗന്ദര്യം കൊണ്ട് തന്നെ സ്ഥാനം കുറഞ്ഞേക്കുമോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം ശങ്കിച്ചിരുന്നു. പക്ഷേ ആ ധാരണ തെറ്റാണെന്ന് അവർക്ക് പിന്നീട് ബോധ്യമായി. ബാഹ്യമായ സൗന്ദര്യം പ്രശ്നമായിരുന്നില്ല തിരുമേനിക്ക്. ജുവൈരിയ റളിയല്ലാഹു അൻഹ വളരെയധികം സുന്ദരിയായിരുന്നു. ജഹ്ഷിന്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. സ്വതന്ത്ര ബുദ്ധിയും കടുത്ത പ്രകൃതക്കാരിയുമായിരുന്നു അവർ. അതിനാൽ അവർക്ക് പൂർവ്വഭർത്താവുമായി പിരിയേണ്ടി വന്നു. അതിനു പുറമെ അവർക്ക് തിരുമേനിയോട് കൂടുതൽ കുടുംബ ബന്ധവുമുണ്ട്. അതിനാൽ അവർ കൂടുതൽ അന്തസ്സിന് അവകാശിയാണെന്ന് ധരിച്ചിരുന്നു. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഇവർ മാത്രമാണ് എന്നോട് കിടപിടിച്ചിരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മൗനം ദീക്ഷിച്ച മുൻ സംഭവത്തിൽ ചില പത്നിമാർ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ രണ്ടാമതും തിരുമേനിയുടെ അടുത്തേക്ക് പ്രതിനിധിയായി അയക്കുകയുണ്ടായി. അവർ വന്ന് ധൈര്യസമേതം പ്രസംഗിച്ചു. മൗനമായതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആയിഷ ഇടം കണ്ണിട്ട് തിരുമേനിയെ നോക്കിക്കൊണ്ടിരുന്നു.
സൈനബിന്റെ വാഗ്ദോരണി അവസാനിച്ചപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹാ യുക്തമായ വായടപ്പൻ മറുപടി നൽകി പറഞ്ഞു. സൈനബിന് ഉത്തരം മുട്ടി. തിരുമേനി പറഞ്ഞു, എങ്ങനെ മോശം വരും? അബൂബക്കറിന്റെ മകളല്ലേ, എങ്ങനെ വലിയ വാക്കുകൾ വരാതിരിക്കും? ഇവൾ അബൂബക്കറിന്റെ മകളല്ലേ റളിയല്ലാഹു അൻഹു. പതിവനുസരിച്ച് ഒരു വർഷം റമദാനിൽ ആയിഷ റളിയല്ലാഹു അൻഹാ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടെ ഇഅ്തികാഫിന് പള്ളിമുറ്റത്ത് തമ്പുകെട്ടി. അത് കണ്ട ഹഫ്സയും അനുവാദം ചോദിച്ചു. സൈനബും വിവരമറിഞ്ഞ് നേർക്കുനേരെ തമ്പടിച്ചു. തിരുമേനി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പള്ളിമുറ്റത്ത് കുറേ തമ്പുകൾ കണ്ടു. തിരുമേനിക്ക് സംഗതി മനസ്സിലായി. ആത്മാർത്ഥതയോടെയും സതുദ്ദേശത്തോടെയും കൂടിയാണോ ഇവരിത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് തിരുമേനി എല്ലാ തമ്പുകളും പൊളിച്ചു നീക്കാൻ കൽപ്പിച്ചു. അക്കൊല്ലം ആ മാസത്തിൽ ഇഅ്തികാഫ് തന്നെ വേണ്ടെന്ന് വെച്ച തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. അതിനിടക്ക് തിരുമേനിയും ആഗതനായി. ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി എത്ര തന്നെ യോജിപ്പും അടുപ്പവും ഉണ്ടായിരുന്നാലും ചില ഉരസലുകൾ ഉണ്ടായേക്കാം. സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ചും, അതും സഹപത്നിമാരാണെങ്കിൽ പറയുകയും വേണ്ട. വിവിധ കാരണങ്ങളാൽ ഇടയ്ക്കിടെ അസംതൃപ്തി ഉത്ഭൂതമാകുകയാണ് എന്നത് സ്ത്രീ സഹജമായ ദൗർബല്യമല്ലേ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സഹവാസം മനുഷ്യ മഹത്വത്തിൻ്റെയും ഉത്തംഗ പദവിയിലേക്ക് ഉയർത്തും. പക്ഷെ അവനിൽ സഹജമായ പ്രകൃതി മാറ്റാൻ അതിന് കഴിയണമെന്നില്ല. ഭർത്താവിന് തന്നോടുള്ള സ്നേഹത്തിൽ മറ്റാരും പങ്കുചേരരുതെന്ന വിചാരം സ്ത്രീക്ക് സഹജമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മെഴുകുതിരിയുടെ കാമുകിമാരാണ് എല്ലാവരും. അവരോടൊപ്പം സ്നേഹമാകുന്ന വിളക്ക് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജ്വലിച്ചു കൊണ്ടിരുന്നു. എന്നാലും താൽക്കാലിക വികാരങ്ങളുടെ ഫലമായുള്ള നിസ്സാര സംഭവങ്ങൾ ഒഴിവാക്കിയാൽ സ്നേഹത്തിലും മമതയിലും സഹകരണത്തിലുമായിരുന്നു അവരുടെ ജീവിതം. ഉദാത്തവും ഉത്തമമായിരുന്ന മാതൃകയാണ് അവർ ജീവിച്ചു കാണിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹാ നബി പത്നിമാരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ അവരെ സ്വാഗതം ചെയ്തു. കയ്യിലെ കപട വിശ്വാസികൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ദുരാരോപണം പ്രചരിപ്പിച്ചപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന റളിയല്ലാഹു അൻഹയും അക്കൂട്ടത്തിൽ പെട്ടിരുന്നു. പക്ഷേ സൈനബിൻ്റെ പാദങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അന്വേഷിച്ചപ്പോൾ അവരെപ്പറ്റി സൈനബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവരെപ്പറ്റി നല്ലതല്ലാതെ ഒന്നും ഞാൻ അറിയില്ല എന്നായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. പറഞ്ഞു നടക്കുന്നതൊക്കെ വ്യാജമാണ്. കപടവിശ്വാസികൾ പരത്തിയൊരു വിവാദം നമുക്ക് അതിനെപ്പറ്റി വിവരിക്കാം. അവരെപ്പറ്റി നല്ലതല്ലാതെ ഒന്നും ഞാൻ അറിയില്ല എന്നായിരുന്നു സൈനബ് മറുപടി പറഞ്ഞത്. വേണമെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ സഹപത്നിയെ കുറ്റപ്പെടുത്തി പറയാമായിരുന്നു. പക്ഷേ തിരുമേനിയുടെ കൂടെയുള്ള സൗഭാഗ്യകരമായ സഹവാസം ഇത്തരം ദുർബലതയിൽ നിന്നും അവരെ ഉയർത്തി. സൈനബ് റളിയല്ലാഹു അൻഹാവിൻ്റെ ഔദാര്യം ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴും നിപൂർവം സ്മരിച്ചിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെ യഹൂദിപ്പെണ്ണെന്ന് വിളിച്ചു. അത് കേട്ട തിരുമേനി അങ്ങേറ്റം കുപിതനായി. 2 മാസം സൈനബ് റളിയല്ലാഹു അൻഹുവിനോടത് കാരണം തിരുമേനി മിണ്ടുക തന്നെ ചെയ്തില്ല. അവസാനം അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നീ ഇടപെട്ട് എൻ്റെ തെറ്റ് മാപ്പ് ചെയ്യിക്കണം ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ ഈ അവസരം തുരുവി സംഗതി ശുഭമാക്കാൻ ഒരു താല്പര്യപൂർവ്വം ശ്രമിച്ചു. നബി വന്നപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു, പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ എടുത്തു പറയുന്നത് അവർക്ക് നൽകാൻ കഴിയുന്ന ജീവാമൃതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സഹപത്നിക്ക് അങ്ങനെയും നന്മ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആരുടെ കൈകളാണോ കൂടുതൽ നീളമുള്ളത് അവളായിരിക്കും എന്നോട് ആദ്യം ചേരുകയെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഓരോ ഭാര്യമാരും അവരവരുടെ കൈകൾ അളന്നു നോക്കി. ആദ്യം അന്തരിച്ചത് സൈനബ് റളിയല്ലാഹു അൻഹ. ആദ്യം വഫാത്തായത് സൈനബ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. അപ്പോഴാണ് നബിവാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്. സൈനബ് റളിയല്ലാഹു അൻഹ
കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ദീർഘമായ കൈകൾ എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ദാനശീലമാണ്, ദാനധർമ്മങ്ങൾക്കുള്ള പ്രാധാന്യമാണ്. സൈനബ് റളിയല്ലാഹു അൻഹ സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ദാനം നൽകുകയും ചെയ്തിരുന്നു. സൈനബും ആയിഷയും ഒരിക്കൽ സുഖകരമല്ലാത്ത വിധം പരസ്പരം സംസാരിച്ചിരുന്നു പറഞ്ഞുവല്ലോ. ഈ സംഭവം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടാണ്. അവരിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയശുദ്ധിയും സൽമനോഭാവവും മനസ്സിലാക്കാം. പിന്നീട് ജഹ്ഷ് മകൾ സൈനബ് റളിയല്ലാഹു അൻഹ വന്നു. മറ്റു ഭാര്യമാരിൽ തിരുമേനിയുടെ അടുക്കൽ എന്നോട് തുല്യമായ പദവിയാണ് തനിക്കുള്ളതെന്നവർ അവകാശപ്പെട്ടിരുന്നു. സൈനബിനേക്കാൾ മതബോധവും ദൈവഭക്തിയും ഉള്ളവരും ധർമ്മിഷ്ഠയും ദൈവസാമീപ്യം നേടുന്നതിൽ അതീവ ശ്രദ്ധാലുമായ ഒരു സ്ത്രീയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവർ അല്പം പ്രകോപിയായിരുന്നുവെന്നത് മാത്രമെങ്കിലും വേഗം അതിലവർക്ക് മനസ്താപം തോന്നുകയും ചെയ്യും. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ സൈനബിനെ പറ്റി, സൈനബ് ബിൻത് ജഹ്ഷിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് യോജിപ്പോ വിയോജിപ്പോ കാണിക്കുന്ന ഒരു സംഭവം ഹദീസുകളിൽ പരമദൃഷ്ട്യാ കാണുന്നില്ല. ഹദീസ് നിവേദകന്മാരുടെ ജീവചരിത്ര കൃതികളിൽ ഇപ്രകാരം ഒരു സംഭവം കാണാം. ആസന്ന മരണമായി മരിക്കാൻ പോകുന്ന സമയം രോഗശയ്യയിൽ കിടക്കവേ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ ആയിഷയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: സഹപത്നിമാർ തമ്മിൽ പലതും സംഭവിച്ചേക്കാനിടയുണ്ട്. വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാം മാപ്പ് ചെയ്യട്ടെ ആയിഷ. അതിൽ നിന്നെല്ലാം നിങ്ങളെ ഒഴിവാക്കട്ടെ എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രതിവചിച്ചു. നീ എന്നെ ഈ അവസരത്തിൽ വളരെ ആക്കിയിരിക്കുന്നു ആയിഷ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്ന സമയമാണ്. അപ്പം ആയിഷയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്: ആയിഷ, അള്ളാഹു നിന്നെയും സന്തുഷ്ടയാക്കട്ടെ എന്നായിരുന്നു ഉമ്മു ഹബീബയുടെ പ്രാർത്ഥന. മൈമൂനയെ സംബന്ധിച്ച് ഹദീസിൽ ഒന്നും പറഞ്ഞു കാണുന്നില്ല. അവരന്തരിച്ചപ്പോൾ അവരാണ് ഞങ്ങളിൽ കൂടുതൽ മുത്തഖി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി അസ്മാഉർ റിജാലിൻ്റെ കൃതികളിലൊക്കെ കാണാറുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ 3 കൊല്ലം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചത്. പൊതുവേ നബി പത്നിമാരിൽ അവർ ഒരന്യയായിരുന്നു. കാരണം അവർ ഖൈബറുകാരിയും ജൂത കുടുംബത്തിൽപ്പെട്ടവരുമായിരുന്നല്ലോ. ഖൈബറിൽ വെച്ചാണ് അവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദത്തിൽ വന്നത്. ഖൈബറിൽ നിന്ന് മടങ്ങുമ്പോൾ നബിയോടൊപ്പം ഒട്ടക കൂടാരത്തിൽ അവർ യാത്ര ചെയ്തു. മദീനക്കടുത്തെത്തിയപ്പോൾ കൂടാരത്തിൻ്റെ കയറ് പൊട്ടിയത് താഴെ വീണു. മദീനയിൽ വാർത്ത പരന്നു. അടിമ സ്ത്രീകൾ ഉൾപ്പെടെ ഈ കാഴ്ച കാണാനെത്തി. ഇത് സഫിയ റളിയല്ലാഹു അൻഹയുടെ അവലക്ഷണമായി മനസ്സിലാക്കിയ ആളുകൾ അവരെപ്പറ്റി പല അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി. മദീനയിലെത്തിയ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു അൻസാരിയുടെ വീട്ടിൽ താമസിപ്പിച്ചു. വിവിധ കാരണങ്ങളാൽ അവരുടെ വരവ് ഒരു പ്രധാന സംഭവമായിരുന്നതുകൊണ്ട് ധാരാളം സ്ത്രീകൾ അവരെ കാണാനെത്തി. ആയിഷ റളിയല്ലാഹു അൻഹയും ബുർക്ക ധരിച്ചുകൊണ്ട് ആൾത്തിരക്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കി. തിരുമേനി അവരെ തിരിച്ചറിഞ്ഞു. അവർ നാണിച്ചു മടങ്ങിപ്പോയി. കൂട്ടത്തിൽ ആയിഷ ഒളിഞ്ഞു നോക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ ശ്രദ്ധിച്ചപ്പോൾ ആയിഷ നാണം കൊണ്ട് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പിന്നാലെ ചെന്ന് ചോദിച്ചു: ആയിഷ, പറയൂ, എന്താണ് നിന്റെ അഭിപ്രായം? അതൊരു യഹൂദി പെണ്ണ്. ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു: അങ്ങനെ പറയരുത്, അവർ മുസ്ലിമാണ്. അവരിപ്പോൾ മുസ്ലിമത്താണ് ആയിഷ. സഫിയക്ക് പാചക കലയിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരുന്നു. അവരെക്കാൾ നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 2 പേരും തിരുമേനിക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയുടേത് വേഗം തയ്യാറായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആയിഷയുടെ വീട്ടിലായിരുന്നു. ഭക്ഷണം ഒരു സ്ത്രീയുടെ വശം അങ്ങോട്ട് കൊടുത്തയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് ഒട്ടും പിടിച്ചില്ല. കൈനീട്ടി ഭക്ഷണം കൊണ്ടുവന്ന പെണ്ണിന് ഒരു പ്രഹരം വെച്ചു കൊടുത്തു. പാത്രം താഴെ വീണ് ഉടഞ്ഞു ചിതറി. തിരുമേനി ഒന്നും പറയാതെ പാത്രത്തിൻ്റെ ഉടഞ്ഞ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു. വൃത്തിയോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഉമ്മാക്ക് കോപം വന്നിരിക്കുന്നു, നിന്റെ ഉമ്മാക്ക് ദേഷ്യം വന്നിരിക്കുന്നു.
അല്പ നിമിഷങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രവൃത്തിയിൽ ഖേദിച്ചു. അവർ തിരുമേനിയോട് അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ കുറ്റത്തിന് എന്തു പ്രായശ്ചിത്തം ചെയ്യണം? തിരുമേനി അരുളി, അതേപോലുള്ള പാത്രം, അതേപോലുള്ള ഭക്ഷണം. ആയിഷ റളിയല്ലാഹു അൻഹ അതനുസരിച്ച് പ്രവർത്തിച്ചു. ഇതിന് പകരം അതേമാതിരിയുള്ള ഒരു പാത്രവും അതുപോലെയുള്ള ഭക്ഷണവും കൊണ്ടുവാ. ആയിഷ റളിയല്ലാഹു അൻഹ സഹപത്നിമാരോട് എത്രത്തോളം സ്നേഹത്തിലും നീതിയിലും മാന്യതയിലുമാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. വളരെ തുറന്ന മനസ്സോടവർ സഹപത്നിമാരുടെ ഗുണഗണങ്ങൾ സ്തുതിച്ചു പറഞ്ഞു. വല്ലപ്പോഴും മനുഷ്യപ്രകൃതി അനുസരിച്ച് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ ഖേദിച്ചിരുന്നു. സഹപത്നിമാരുമായുള്ള ഉരസലുകൾക്ക് പലപ്പോഴും അവരായിരുന്നില്ല അത് കാരണക്കാരി. പക്ഷെ ആരെങ്കിലും തുടങ്ങിയാൽ മിണ്ടാതിരിക്കുന്നില്ലെന്ന് മാത്രം. അതോടൊപ്പം സഹപത്നിമാരെ സ്തുതിച്ചു പറയുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല താനും.